യൂറോപ്യൻ വമ്പന്മാരെ വിറപ്പിച്ച അഹങ്കാരവുമായി വന്ന മോറിയാസുവിനോട് ആ നിർണായക പോരാട്ടത്തിന് ശേഷം കാർലോ ആഞ്ചലോട്ടിക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ: ആളറിഞ്ഞ് കളിക്കടോ. ഈ ലോകകപ്പിലെ ഏറ്റവും മനോഹരമായ ശ്വാസമടക്കി പിടിച്ച് മാത്രം കണ്ടു തീർത്ത ഒരു ക്ലാസിക് ത്രില്ലർ. കളി കണ്ട 90 മിനിറ്റും ബ്രസീൽ ആരാധകരുടെ നെഞ്ചിടിപ്പ് നിലച്ചു പോകുമെന്ന അവസ്ഥയായിരുന്നു. മത്സരത്തിന്റെ 30-ാം മിനിറ്റിൽ ജപ്പാൻ താരം സനോ ഉതിർത്ത ആ ഷോട്ട് ലോകമെമ്പാടുമുള്ള ബ്രസീൽ ആരാധകരുടെ നെഞ്ചിലേക്കായിരുന്നു തുളച്ചു കയറിയത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ജപ്പാൻ 1-0 മുന്നിൽ. പലരും ആ 45 മിനിറ്റ് കൊണ്ട് കളി തീർന്നെന്ന് പ്രഖ്യാപിച്ചു. സോഷ്യൽ മീഡിയയിൽ പരിഹാസ ശരങ്ങൾ ഉയർന്നു. കാനറികളുടെ തകർച്ച ചിലർ ആഘോഷമാക്കി. പക്ഷേ യഥാർത്ഥ ക്ലൈമാക്സ് പവർഫുൾ ആകുന്നത് രണ്ടാം പകുതിയിലാണെന്ന് അവർ മറന്നുപോയി. തിരിച്ചുവരവ് ഒട്ടും എളുപ്പമായിരുന്നില്ല. ഇരുമ്പു മതിൽ പോലെ ഉറച്ചു നിന്ന ജപ്പാന്റെ പ്രതിരോധം ഭേദിക്കുക എന്നത് കഠിനമായിരുന്നു. എന്നാൽ ആ മതിൽ പൊളിക്കാൻ ബ്രസീലിന് രണ്ടാം പകുതി തുടങ്ങി വെറും 10 മിനിറ്റേ വേണ്ടി വന്നുള്ളൂ. 56-ാം മിനിറ്റിൽ ഗബ്രിയേലിന്റെ മാന്ത്രികമായൊരു ക്രോസ് പാസ് കാസമീറോയുടെ തകർപ്പൻ ഹെഡറിലൂടെ വലയിലേക്ക് തുളച്ചു കയറുമ്പോൾ ഗാലറിയിൽ മഞ്ഞക്കടൽ ഇരമ്പി. തുടർന്ന് മോറിയാസു പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു. കളി എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടാനായി സ്ട്രൈക്കർമാരെ പിൻവലിച്ച് പ്രതിരോധം ശക്തമാക്കി. മറുവശത്ത് ആഞ്ചലോട്ടിയും കരുക്കൾ നീക്കി. ക്വിൻഹക്ക് പകരം മാർട്ടിനെല്ലി, പരിക്കേറ്റ കാസമീറോക്ക് പകരം ഫാബീഞ്ഞോ, ഒപ്പം പക്കേറ്റയ്ക്ക് പകരം എൻട്രിക്കും കളത്തിലേക്ക്. വിനീഷ്യസിനും എൻട്രിക്കിനും മേൽ ജപ്പാൻ കടുത്ത കടിഞ്ഞാണിട്ടു. അങ്ങനെ 90 മിനിറ്റും കഴിഞ്ഞ് മത്സരം ഇഞ്ചുറി ടൈമിലേക്ക് നീണ്ടു. നാടകീയമായ ആ നിമിഷത്തിൽ ബ്രൂണോ ഗിമാരസിന് ഒരു മനോഹരമായ അസിസ്റ്റ്. പകരക്കാരനായി വന്ന ഗബ്രിയേൽ മാർട്ടിനെല്ലിയുടെ ബൂട്ട് ആ പന്തിൽ തൊടുമ്പോൾ ജപ്പാന്റെ ഹൃദയമാണ് തകർന്നത്. ഗോൾ, ബ്രസീലിന്റെ വിജയ ഗോൾ. ബ്ലൂ സാമുറായികളുടെ പടയോട്ടം അവസാനിപ്പിച്ച് പരിഹസിച്ചവരുടെ വായ അടപ്പിച്ചുകൊണ്ട് ആഞ്ചലോട്ടിയും സംഘവും റൗണ്ട് ഓഫ് 16ലേക്ക്. ഒരു ക്ലാസിക് ത്രില്ലറിന്റെ ക്ലൈമാക്സ് അത്രമേൽ മനോഹരമാക്കിയതിന് നന്ദി ബ്രസീൽ. ഈ ബ്രസീൽ ടീമിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ സാമ്പാത്താളത്തിന്റെ മാസ്മരികതയിലും കാർലോ ആഞ്ചലോട്ടി എന്ന തന്ത്രശാലിയുടെ തലച്ചോറിലും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അഹങ്കാരത്തോടെയല്ല, അഭിമാനത്തോടെ പറയുകയാണ്: ആ 6-ാം ലോക കിരീടത്തിന്റെ മഞ്ഞപ്പുലരി ഇനി ഒട്ടും വിദൂരത്തല്ല.